ഹലോ, നമുക്കറിയാം നമ്മുടെ PSC എക്സാമുകളിലാണെങ്കിലും മറ്റു മത്സര പരീക്ഷകളിലാണെങ്കിലൊക്കെ വളരെ പ്രധാനപ്പെട്ട എക്കണോമിക്സിലെ ഒരു ഭാഗമാണ് പഞ്ചവത്സര പദ്ധതികൾ അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ UPSC എക്സാം ആണെങ്കിൽ പോലും, അതുപോലെ SSC എക്സാം ആണെങ്കിൽ പോലും, RRB ആണെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം PSC എക്സാമുകൾ അത് 10th ലെവൽ ആണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ ഒരു 5 ഇയർ പ്ലാൻസ് പറഞ്ഞാൽ പല ആളുകൾക്കും കൺഫ്യൂസിങ് ആവുന്ന അല്ലെങ്കിൽ പലതരത്തിൽ തെറ്റാൻ സാധ്യതയുള്ള കുറേ ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരേപോലെ തെറ്റ് വരാൻ സാധ്യതയുള്ള കുറേ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞ 5 ഇയർ പ്ലാൻസ്, നമുക്കറിയാം 12 പഞ്ചവത്സര പദ്ധതികളാണ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 5 ഇയർ പ്ലാൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ഭാഗങ്ങൾ കോർത്തെണിക്കൊണ്ടുള്ള ഒരു സെഷനാണ് ഇത്. അപ്പോൾ ഇത് വളരെ ചെറിയ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ 5 പ്ലാൻസിൻ്റെ ഒക്കെ വലിയ വീഡിയോസാണ്. നമ്മളിത് വളരെ ചെറിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ 12 പഞ്ചവത്സര പദ്ധതികളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. എൻ്റെ പേര് ദർവീഷ്. അപ്പോൾ നമുക്ക് ആ ഒരു 5 പ്ലാൻസിലേക്ക് വരാം, എന്തൊക്കെയാണ് ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം മുന്നോട്ട് വെക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നതാണ് ആദ്യം നമുക്ക് വന്നിട്ടുള്ളത്. പ്ലാനിംഗ് കമ്മീഷൻ വന്ന വർഷം, ആ പ്ലാനിംഗ് കമ്മീഷൻ വന്ന വർഷം, ഡേറ്റ്, മാസം അതറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് ഒരു കോഡ് തന്നിട്ടുണ്ട്. അതായത് PCM എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ PCM എന്നൊക്കെ ഉള്ള നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതേപോലെ നമുക്കിവിടെ PCM ഉദ്ദേശിച്ചത് പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ളതാണ്, പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ളതാണ്. ഞാൻ ഇവിടെ M ഉദ്ദേശിച്ചത് മാർച്ചാണ്. M ഉദ്ദേശിച്ചത് മാർച്ചാണ്. പ്ലാനിംഗ് കമ്മീഷൻ വന്നത് മാർച്ചാണ്. പിന്നെ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട 2 നമ്പർ, അത് 2 ഡേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. 15 മാർച്ച് 15 1915 ആണ് എന്ത് വന്നിട്ടുള്ളത്, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ വന്നിട്ടുള്ളത്. നമ്മൾ 50 എന്ന് പറയുന്ന പോലെ 15 എന്ന് പഠിച്ചാൽ മതി. അതായത് മാർച്ച് 15 1950 എന്ത് വന്നിട്ടുള്ളത്, പ്ലാനിംഗ് കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ മനസ്സിലാക്കാം, നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ചിലപ്പം പരീക്ഷകളിൽ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ വന്നതോ അല്ലെങ്കിൽ ആദ്യത്തെ 5 ഇയർ പ്ലാൻ വന്നതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ചില ആളുകൾ ഓപ്ഷനിൽ നമുക്ക് 1950 ഉണ്ടാവും, 51 ഉണ്ടാവും, 52 ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾ തെറ്റിക്കാറുണ്ട്, 50 എഴുതി വെക്കും. പ്ലാനിംഗ് കമ്മീഷൻ വന്നതാണെങ്കിലാണ് 1950 എഴുതേണ്ടത്. 5 ഇയർ പ്ലാൻസിലെ ആദ്യത്തെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി വന്നത് 1951 അല്ലേ, 1951. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 51 നമ്മൾ ശരിക്കും ഇങ്ങോട്ട് ഇടാണെങ്കിൽ 51 എന്ന് ആലോചിച്ച് 51. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. അതായത് ആദ്യത്തെ 5 ഇയർ പ്ലാൻ, അതാണ് ഞാൻ ഈ 5 എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്നത് ഏതാണ്, 1951 അറിഞ്ഞിരിക്കുക. അപ്പം പ്ലാനിംഗ് കമ്മീഷൻ വന്നത് 1950 ആണ്. 5 ഇയർ പ്ലാൻസ് വന്നിട്ടുള്ള ആദ്യത്തത് 1951 ആണ്. ഇനി നമുക്ക് ഇതിൽ പ്രധാനമായും നമ്മൾ 5 പ്ലാൻസ് 12 5 പ്ലാൻസ് നമുക്കറിയാം. ഈ 12 5 പ്ലാൻസിൻ്റെ ഒരു ഓർഡറിൽ പല ആളുകളും തെറ്റി വരാറുണ്ട്. നമ്മളെ 5 ഇയർ പ്ലാൻസ്, നമ്മുടെ 12 പഞ്ചവത്സര പദ്ധതികളും ഈസി ആയിട്ട് അതിൻ്റെ ക്രോണോളജി തെറ്റാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു കോഡാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട്. നിങ്ങൾ നോക്കാം, ഇതിൽ ഞാനൊരു ഇക്വേഷൻ പോലെ കാണുമ്പോൾ 1951 മുതൽ നമുക്ക് 2017 വരെ നമുക്ക് എന്തുള്ളത്, നമ്മുടെ 5 പ്ലാൻസ് ഉള്ളത് അല്ലേ. 2017 വരെ ഉള്ളത്, 2017 ആകുമ്പോഴേക്കും നമുക്ക് നീതിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 + 2 + 2 + 5 എന്താണ്, 12 ആണല്ലോ അല്ലേ. 3 + 2 + 2 + 5 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുക്കാനുള്ള കാരണം, നമ്മുടെ 5 ഇയർ പ്ലാൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഓർഡറിലല്ല വന്നിട്ടുള്ളത് അല്ലേ. കൃത്യമായിട്ട് 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 3, 3 കഴിഞ്ഞിട്ട് 4 എന്നുള്ളൊരു ഓർഡറിലാണ് വന്നിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പുകൾ, ചില ബ്രേക്കുകൾ വന്നിട്ടുണ്ട്. ആ ബ്രേക്കുകൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കോഡ് വെച്ചിട്ടുള്ളത്, 3 + 2 + 2 + 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 5 ഇയർ പ്ലാൻസ് ആണ്, ആദ്യത്തെ 3 5 ഇയർ പ്ലാൻസ് ആണ്. അത് 1951 56 51 56 56 61 61 66 ഇതാണ് ആദ്യത്തെ 3 എണ്ണം. ഈ 66 കഴിഞ്ഞാൽ, അതായത് 3rd 5 ഇയർ പ്ലാൻ കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാപ്പായിരുന്നു. ആ ഗ്യാപ്പ് നമ്മൾ നോക്കിയാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് പ്ലാൻ ഹോളിഡേ എന്നാണ്. പ്ലാൻ ഹോളിഡേ എന്നാണ് വിളിച്ചിട്ടുള്ളത്. പ്ലാൻ ഹോളിഡേ ഞാൻ ഇവിടെ എച്ച് കൊടുത്തുള്ളത് പ്ലാൻ ഹോളിഡേ ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 4 5 വന്നിട്ടുള്ളത്. 4 5 വന്നിട്ടുള്ളത്. ഈ പ്ലാൻ ഹോളിഡേ എത്ര വർഷമായിരുന്നു, 3 വർഷമായിരുന്നു. ഈ പ്ലാൻ ഹോളിഡേ എത്ര വർഷമായിരുന്നു, 3 വർഷമായിരുന്നു ഈ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ആ 3 വർഷം കഴിയുമ്പോൾ 1969 എന്തോ ആരംഭിക്കുന്നത്, അടുത്ത 4ാമത്തെ 5 പ്ലാൻ ആരംഭിക്കുന്നത്. 1969 74 അത് കഴിഞ്ഞ് 74 79 അതാണ് ഈ 2 എണ്ണം. അതായത് 4 5 4th അതേപോലെ 5th 5 പ്ലാൻ ആണ്. പിന്നെ കാണിച്ച ഈ 2 എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ പ്ലസ് ഇട്ടു, ഇതൊരു ഗ്യാപ്പാണ്. സോ ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ വിളിക്കുന്ന പേര് റോളിംഗ് പ്ലാൻ ആണ് വിളിക്കുന്നത്. എങ്ങനെ, റോളിംഗ് പ്ലാൻ ആണ് വിളിക്കുന്നത്.
റോളിംഗ് പ്ലാൻ. അപ്പോൾ ഈ റോളിംഗ് പ്ലാൻ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് എന്താ ആരംഭിക്കുന്നത്, അടുത്ത 6th 7th 5 പ്ലാൻ ആയിരുന്നു. അപ്പോൾ റോളിംഗ് പ്ലാൻ നോക്കുമ്പോൾ അത് 2 വർഷമാണ് റോളിംഗ് പ്ലാൻ, 2 വർഷമാണ് റോളിംഗ് പ്ലാൻ. അതായത് ശരിക്കും നോക്കുകയാണെങ്കിൽ 79 അവസാനിക്കേണ്ട 5th 5 പ്ലാൻ 78 അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അവസാനിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് 78 മുതൽ 80 വരെ നമുക്ക് 2 വർഷം റോളിംഗ് പ്ലാൻ ആണ്. അത് കഴിഞ്ഞിട്ട് 2 എന്ത് വരാണ്, വീണ്ടും 5 പ്ലാൻ ആണ്. അതാണ് നമ്മൾ ഏത് വരുന്നത്, നമ്മുടെ 6th അതേപോലെ 7th 6ാമത്തെയും 7ാമത്തെയും പഞ്ചവത്സര പദ്ധതി, അതായത് 1980 85 85 90. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഞാൻ കാരണം ഇത് അവിടെ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നത് ആനുവൽ പ്ലാൻസ് വിളിക്കുന്നത്. എങ്ങനെ, ആനുവൽ പ്ലാൻസ് വിളിക്കുന്നത്. ഇതും 2 വർഷക്കാലമാണ്. ഇതും 91 മുതൽ 92 കാലഘട്ടം, 90 അവസാനിച്ചിട്ട് 91 92 കാലഘട്ടമാണ്. അതിനുശേഷം നമുക്ക് ഗ്യാപ്പ് ഇല്ല. പിന്നത്തെ 5 5 പ്ലാൻസ് നമുക്ക് ആ ഒരു ഫ്ലോയിൽ പോയിട്ടുണ്ട്. അതായത് ഇവിടെ 7th അവസാനിക്കുന്നു, 8th 9th 10th 11th and 12. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ല. ഇതാണ് നമ്മൾ 5 പ്ലാൻസിന് ഓർഡർ. ഈ ഓർഡർ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾ വേറെ എവിടെയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കോഡ്. അപ്പോൾ 3+2+2+5 ആണ്. ഇനി വേറെ ഒരു കണക്ഷനും കൂടി ഇത് തമ്മിലുണ്ട്. എന്താ കണക്ഷന്? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ 3 5 പ്ലാൻ കഴിഞ്ഞാൽ 3 വർഷത്തെ ഗ്യാപ്പാണ്. പിന്നത്തെ 2 കഴിഞ്ഞാൽ 2 വർഷത്തെ ഗ്യാപ്പാണ്. വീണ്ടും 2 കഴിഞ്ഞാൽ ഗ്യാപ്പ് നോക്കിയേ 2 വർഷത്തെ ഗ്യാപ്പാണ്. അപ്പം ഇവിടെയും തെറ്റാൻ സാധ്യതയില്ല. നിങ്ങൾ 3 വർഷം കഴിഞ്ഞാൽ 3 വർഷം ഗ്യാപ്പ് ഇടാം, 3 5 പ്ലാൻ കഴിഞ്ഞാൽ 3 വർഷം ഗ്യാപ്പ് ഇടാം. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള 2 5 പ്ലാൻ കഴിഞ്ഞാൽ 2 വർഷം ഗ്യാപ്പ്, എഗെയിൻ 2 കഴിഞ്ഞാൽ 2 വർഷം ഗ്യാപ്പ്. അപ്പോൾ അത് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. ഇതിന് കോഡായിട്ട് എങ്ങനെ പഠിക്കാം, ഈ ഹോളിഡേൻ്റെ പേരുകളെ അല്ലെങ്കിൽ ഗ്യാപ്പിനെ HR എന്ന് പഠിക്കാം, HR എന്ന് പഠിക്കാം. നിങ്ങൾ നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഹിസ്റ്ററിയിൽ അറിയാം നമുക്കൊരു HSR എന്നുള്ള സംഘടന ഉണ്ടായിരുന്നു, HSR അല്ലേ. ആ HSR എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക് അസോസിയേഷൻ. അത് തുടക്കത്തിൽ HR എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്നാണ് ഉണ്ടായത്. പിന്നെ ഭഗത് സിംഗ് പോലത്തെ ആളുകൾ വരുമ്പോൾ എന്തായുള്ളത്, HSR എന്നുള്ള പേരിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു HR എന്നുള്ള കോഡിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഗ്യാപ്പിനെ പ്ലാൻ ഹോളിഡേ എന്നും, രണ്ടാമത്തേന് റോളിംഗ് പ്ലാൻ എന്നും, മൂന്നാമത്തേന് ആനുവൽ പ്ലാൻ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ അത് തെറ്റിക്കരുത്. ഈ ഒരു ഗ്യാപ്പിൻ്റെ പേരുകൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ 5 പ്ലാൻസിൻ്റെ ക്രോണോളജി. ഇനി നമുക്ക് ഓരോ പ്രധാനപ്പെട്ട 5 പ്ലാൻസിലേക്ക് വരാം. അത് 1951 അപ്പോൾ 1951 മുതൽ 2012 വരെയുള്ള പ്ലാനുകളിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്ക് വരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് 5 പ്ലാൻ കാലഘട്ടം നോക്കിയേ 1951 56 ആണ്. ഇവിടെ ഞാൻ ഇതൊരു കോഡായിട്ടാണ് കാണുന്നത്. HD മോഡൽ എന്നുള്ളതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയണമെങ്കിൽ ഹാരോഡ് ഡോമർ മോഡലാണ് അല്ലേ. ഹാരോഡ് ഡോമർ മോഡലാണ്. 2 എക്കണോമിക്സുകളാണ് അവരുടെ മോഡലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്രോത്ത് വളരെ ആവശ്യമായിരുന്നു ഇൻഡിപെൻഡൻസിന് ശേഷം. അപ്പോൾ ഗ്രോത്തും ഇൻവെസ്റ്റ്മെൻറ്റും അത് നമ്മളെ എന്താ പറയുക കൺട്രിയുടെ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഹാരോഡ് ഡോമർ മോഡലാണ്. രണ്ടാമത് ഞാൻ കൊടുത്ത് നോക്കിയേ AI എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട്. AI എന്ന് പറയുന്ന ഒന്നുമല്ല, നമ്മൾ ഊന്നൽ കൊടുത്തത് എന്തിനാണ്, അഗ്രികൾച്ചറാണ്. I എന്ന് പറയുന്നാൽ അത് ഇറിഗേഷനാണ്. അപ്പം അഗ്രികൾച്ചറിനും ഇറിഗേഷനും അതേപോലെ പവർ ജനറേഷൻ അല്ലേ. അപ്പം ഇതിനാണ് നമ്മൾ ഊന്നൽ കൊടുത്തത്. അതിനെ നിങ്ങൾ കോഡായിട്ട് പഠിക്കുന്നത് AI പവർ എന്നാണ്. അപ്പം അഗ്രികൾച്ചർ, ഇറിഗേഷൻ, പവർ ജനറേഷൻ, ഇതിനാണ് നമ്മൾ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി എന്ത് കൊടുത്തുള്ളത്, ഊന്നൽ കൊടുത്തുള്ള അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത് ഞാൻ കൊടുത്തത് ഒരു HBD എന്നാണ്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ പോലെ ഒരു HBD എന്നാണ്. ഇതൊരു കോഡായിട്ട് പഠിക്കുക. HBD എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇറിഗേഷനും പവറും, അഗ്രികൾച്ചറും അടുത്ത് നിൽക്കുന്നതിനാണ് ഇറിഗേഷൻ പവറും. അപ്പോൾ H എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഡാം അല്ലെങ്കിൽ ഡാമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹിരാക്കുഡ് ഡാമാണ്. B എന്ന് പറഞ്ഞാൽ ബക്രാനങ്കലാണ്. D എന്ന് പറഞ്ഞാൽ ദാമോദർ വാലിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു കോഡ് പഠിച്ച് ഇതും നമ്മളെ ഫസ്റ്റ് 5 പ്ലാൻ സമയത്ത് ആരംഭിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ ആലോചിച്ചാൽ മതി. ഹിരാക്കുഡ്, ബക്രാനങ്കൽ, ദാമോദർ വാലിയാണ്. UGC വന്നതും IITകൾ പ്രാബല്യത്തിൽ വന്നതൊക്കെ നമ്മൾ ഈ പ്ലാനിൻ്റെ ഭാഗത്താണ്, ഈ സമയത്താണ്. ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഗ്രോത്ത് നമ്മൾ ടാർഗറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്തു. നമ്മൾ ടാർഗറ്റ് 2.1% ആയിരുന്നു, നമ്മളത് 3.6% നമ്മൾ എന്ത് ചെയ്തു, അച്ചീവ് ചെയ്തു. എത്ര, 3.6% നമ്മൾ അച്ചീവ് ചെയ്തു. അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട ഫസ്റ്റ് 5 പ്ലാനായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ്സ് ആണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഹാരോഡ് ഡോമർ മോഡലാണ്, അഗ്രികൾച്ചറും ഇറിഗേഷനും പവർ ഊന്നൽ കൊടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞത് ഹിരാക്കുഡ്, ബക്രാനങ്കൽ, ദാമോദർ വാലി പ്രോജക്റ്റ് കൊണ്ടുവന്നു, UGC കൊണ്ടുവന്നു, 5 IITകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. ഇറ്റ്സ് വാസ് എ സക്സസ്ഫുൾ പ്ലാൻ. ഇതെന്തായിരുന്നു, ഒരു വിജയകരമായ പദ്ധതിയായിരുന്നു അറിഞ്ഞിരിക്കുക. ഇതാണ് നമ്മൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. അടുത്ത നമുക്ക് നോക്കാം രണ്ടാമത്തെ സെക്കൻഡാണ്. നിങ്ങൾ ഓരോ സ്ലൈഡിലും ഓരോ പ്ലാനാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, കാരണം അത്രയും ക്രിസ്പ് ആയിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് 5 പ്ലാനാണ്. രണ്ടാമത്തെ കാലഘട്ടം 1950-61 ആണ്. നിങ്ങൾ അറിയാം, വളരെ ഫേമസ് ആണ് PC മഹൽനോബിസ് മോഡൽ അല്ലേ, അല്ലെങ്കിൽ മഹൽനോബിസ് മോഡൽ നമ്മൾ പറയാറുണ്ട്. മഹൽനോബിസ് ആണ് ഈ പ്ലാനിൻ്റെ മെയിൻ ആൾ. അപ്പോൾ PC മഹൽനോബിസ് മോഡൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ മോഡൽ ആണ്. രണ്ടാമതാണ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ആണ്.
എന്നുള്ള, അതായത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏത് പഞ്ചവത്സര പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ സൊസൈറ്റി നമ്മൾ കൊണ്ടുവന്നത് സെക്കൻഡ് 5 സെക്കൻഡ് 5 പ്ലാനാണ്. നമുക്കറിയാം നെഹ്റുവിയൻ കാലഘട്ടമാണ് അപ്പോൾ സോഷ്യലിസം എന്നുള്ളത്. പിന്നെ ഹെവി ഇൻഡസ്ട്രീസ് അതിനൊരു കോഡായിട്ട് കൊടുത്തുള്ളത് സ്റ്റീൽ ബേർഡ് എന്നുള്ള, നമ്മൾ സ്റ്റീൽ ബേർഡ് എന്നൊരു കമ്പനിയാണ്, നമ്മൾ ഹെൽമെറ്റിനൊക്കെ ഒരു കമ്പനിയാണ് സ്റ്റീൽ ബേർഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റീൽ ബേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെവി ഇൻഡസ്ട്രി കൊണ്ട് കൊടുത്തായിരുന്നു സ്റ്റീൽ, അയൺ ആൻഡ് സ്റ്റീൽ കമ്പനികളാണ്. അത് ഈ ബേർഡ് എന്നുള്ളത് ഞാൻ കാണിക്കുന്നത് ബി എന്ന് പറയുന്നത് ഇത് ബിലായ് സ്റ്റീൽ പ്ലാന്റ് ആണ്, ആർ എന്ന് പറഞ്ഞത് റൂർക്കേലയാണ്, ഡി എന്ന് പറഞ്ഞത് ദുർഗാപൂർ ആണ്. ഏതൊക്കെയാണ്? ബിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഈ 3 അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് സെക്കൻഡ് 5 ഹെവി ഇൻഡസ്ട്രീസ് ആണ് സെക്കൻഡ് 5 പ്ലാൻ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യങ്ങൾ വരുന്നത് ഈ പറയുന്ന വ്യവസായശാലകൾ ആരംഭിക്കാൻ നമ്മളെ സഹായിച്ച രാജ്യങ്ങൾ വെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബിലായ് ആണെങ്കിൽ ബിലായെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആ സമയത്ത് USSR ആണ്, ഇപ്പോഴത്തെ റഷ്യയാണ്. റൂർക്കേലെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജർമ്മനിയാണ്. ദുർഗാപൂർ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് UK ആണ്. അപ്പം ഈ 3 രാജ്യങ്ങളാണ് നമ്മളെ ഈ പ്രധാനപ്പെട്ട വ്യവസായശാലകൾ ആരംഭിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ഇതിനും ഒരു കോഡാക്കി പഠിക്കാം. BR നമ്മൾ കേട്ടിട്ടുണ്ട്, BR അല്ലേ, BR അംബേദ്കറിൻ്റെ പേരിലും അല്ലെങ്കിൽ ബാസ്കിൻ റോബിൻസിൻ്റെ പേരിലൊക്കെ BR എന്ന് പറഞ്ഞാൽ ബിലായ് റഷ്യ എന്ന് ആലോചിച്ച് വെക്കാം. അതുപോലെ റൂർക്കേല ജർമ്മനി, അതിന് ഞാൻ കോഡായിട്ട് കൊടുത്ത് റൂർക്കേല എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ അതിന് കോഡ് RK എന്ന് പഠിക്കാം. നമ്മളിത് 3 വായിക്കുകയാണെങ്കിൽ എന്തായി RKG എന്ന് പഠിച്ചാൽ മതി. അപ്പം റൂർക്കേല ജർമ്മനിയാണ്. പിന്നെ നമ്മൾ ദുർഗാപൂരിൻ്റെ സെക്കൻഡ് ലെറ്റർ നോക്കുക, DU ആണ്, UK ആണ്. ഓക്കെ, ദുർഗാപൂർ UK. ഇങ്ങനെ നിങ്ങളുടെ പേര് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആകും, തെറ്റാതിരിക്കാൻ വേണ്ടത് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ബിലായ് റഷ്യ, അതുപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ റൂർക്കേല ജർമ്മനിയാണ്, അതേപോലെ ദുർഗാപൂർ UK ആണ്. സ്ഥലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിലായ് ഛത്തീസ്ഗഡ് ആണെങ്കിൽ റൂർക്കേല ഒഡീഷയാണ്, ദുർഗാപൂർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ ഇതാണ് പ്രധാന ഈ സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് 5 പ്ലാൻ ലക്ഷ്യമാണ്. അപ്പം നമ്മളൊക്കെ 4.5 നമ്മൾ ടാർഗറ്റ് ചെയ്തു, 4.27 നമ്മൾ എന്ത് ചെയ്തു, അച്ചീവ് ചെയ്തു. മോഡറേറ്റ്ലി സക്സസ്ഫുൾ തന്നെയാണ് ഈ സെക്കൻഡ് 5 പ്ലാൻ. അപ്പോൾ PC മാൽനോബിസ് അല്ലെങ്കിൽ മാൽനോബിസ് മോഡലാണ്, ഹെവി ഇൻഡസ്ട്രീസ് ആണ്. ഇൻഡസ്ട്രീൻ്റെ 3 പേര് അറിഞ്ഞിരിക്കുക. സോഷ്യലിസ്റ്റിക് പാറ്റേൺ എന്നുള്ളത് നമ്മൾ ഈ സെക്കൻഡ് 5 പ്ലാനിലൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. 3ാമത്തെ 5 പ്ലാൻ. ഇതിൽ കുറേ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഭാഗമാണ് ഇത്. തേർഡ് 5 പ്ലാൻ കാലഘട്ടം നോക്കിയേ 61, 66 ആണ്. നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു ബ്രേക്കും ഇതുവരെ വന്നിട്ടില്ല. 61, 66 ആണ്. അപ്പോൾ 3ാമത്തെ 5 പ്ലാൻ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഗാഡ്ഗിൽ യോജന. എങ്ങനെ? ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന 5 പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തേർഡ് 5 പ്ലാൻ ആണ്, ഗാഡ്ഗിൽ യോജന. പിന്നെ ആ സമയത്ത് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത. അത് സ്വയം പര്യാപ്തം എന്ന് പറഞ്ഞാൽ സെൽഫ് റിലയൻസ് നമ്മൾ കൊണ്ടുവന്നപ്പോഴാണ് ഈ പറയുന്ന തേർഡ് 5 പ്ലാൻ നമ്മൾ ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ശേഷമുള്ള മറ്റ് പ്ലാനുകളിലൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സെൽഫ് റിലയൻസുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സെൽഫ് റിലയൻസ് ഉള്ള സംഗതി. പക്ഷേ അറിഞ്ഞിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ്. ഒന്ന് നമ്മളെ ഇൻഡോ ചൈന വാറും മറ്റൊന്ന് ഇൻഡോ പാക് വാറും. 1962 ഇൻഡോ ചൈന വാർ, 1965 ഇൻഡോ പാക് വാർ. ഈ 2 യുദ്ധങ്ങളും നമ്മുടെ ഈ പ്ലാനിനെ കാര്യമായിട്ട് ബാധിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്റ്റീൽ പ്ലാന്റ്, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റീൽ പ്ലാന്റ് നമ്മൾ തേർഡ് 5 പ്ലാന്റ് സമയത്ത്, മറ്റൊക്കെ 1959 കാലഘട്ടത്തിലാണെങ്കിൽ 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആണ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതും ഒരു ഫോറിൻ അസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ഫോറിൻ കൺട്രി നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാരാണ്? അത് ഈ ബൊക്കാറോ. ഞാൻ നേരത്തെ ഒരു കൂടെ നിങ്ങൾ പറഞ്ഞാൽ ബിലായിൻ്റെ കൂടെ ഉപയോഗിച്ച അതേ ലെറ്ററിനോട് ഉപയോഗിക്കാം, BR. ബൊക്കാറോ ആരായിരുന്നു? റഷ്യ ആയിരുന്നു. ബിലായ് റഷ്യ ആയിരുന്നു. ബൊക്കാറോ ആര് തന്നെയാണ്? റഷ്യ തന്നെയാണ്. അപ്പോൾ ബൊക്കാറോവും ബിലായും എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത കൺട്രി റഷ്യ തന്നെ പറഞ്ഞിരിക്കുക. അതാണ് BR എന്നുള്ള കോഡ്. അപ്പോൾ തെറ്റില്ലല്ലോ. ബിലായും ബൊക്കാറോ ആര് തന്നെയാണ്? റഷ്യയാണ്. ബൊക്കാറോ നമുക്കറിയാം ജാർഖണ്ഡിലാണ്. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റീൽ പ്ലാന്റ്. പക്ഷേ നമ്മൾ ഈ 2 വാറുകൾ, പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ്ഫുൾ ആയ സംഗതിയാണ് ഇതാ, സക്സസ്ഫുൾ എന്ന് പറയുന്നില്ല, ഗ്രീൻ റവല്യൂഷൻ എന്നുള്ളത്. അത് 1965, അതായത് തേർഡ് 5 പ്ലാൻ സമയത്താണ് ഈ ഗ്രീൻ റവല്യൂഷൻ വന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എത്രയാണോ ടാർഗറ്റ് ചെയ്തത് അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 5.6 നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വെറും നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റിയ എത്രയാണ്? 2.8% മാത്രമാണ്. സോ അതാണ് നമ്മൾ ഇതൊരു ഫെയിലർ ആയിരുന്നു. ഞാൻ ഇതോടൊപ്പം തന്നെ ഒരു കോഡ് വെച്ചിട്ടുണ്ട്, 3G എന്നുള്ള പേര് പഠിച്ചു വെക്കുക. തേർഡ് 5 പ്ലാൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് G. അതാണ് 3G എന്നുള്ള വാക്ക്. 3G എന്ന് പറയുമ്പോൾ 3 എന്ന് പറഞ്ഞാൽ തേർഡ് എന്നുള്ളതാണ്. G അവിടെ 2G നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്ന് ഗാഡ്ഗിൽ യോജന എന്ന് പറഞ്ഞ G ആണ്, മറ്റൊന്ന് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ G ആണ്. അപ്പോൾ 3G എന്ന് വെക്കുമ്പോൾ തേർഡ് 5 പ്ലാൻ ആണ്. 2G, ഒന്ന് ഗാഡ്ഗിൽ യോജന, മറ്റൊന്ന് ഗ്രീൻ റവല്യൂഷൻ. ഈ ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ CACP എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് എന്ന് പറഞ്ഞ സംഗതിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അഗ്രികൾച്ചർ റിലേറ്റഡ് സംഗതിയിലുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് യുദ്ധങ്ങൾ നമ്മളെ കാര്യമായിട്ട് ബാധിച്ചു. നമ്മൾ വിചാരിച്ച സക്സസ്സോ ടാർഗറ്റോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. ഫെയിലർ, ഒരു എപ്പിക് ഫെയിലർ ആയിരുന്നു
തേർഡ് 5 പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ക്രോണോളജി അറിഞ്ഞിരിക്കുക. 3+ എന്ന് പറഞ്ഞാൽ ആ പ്ലസ് എന്താണ്, ആ പ്ലസ് നമ്മുടെ ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിന് നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു, എച്ച് എന്നായിരുന്നു പറഞ്ഞത്. എച്ച് ആണ്, അതായത് പ്ലാൻ ഹോളിഡേ ആണ്. 3 വർഷക്കാലം 1966, 67, 67, 68, 68, 69 ഈ 3 വർഷത്തിൽ എന്താണ് നമ്മൾ പ്ലാൻ ഹോളിഡേ ആണ് എന്ത് നടത്തിയിട്ടില്ല, നമ്മൾ 5 പ്ലാൻ കൊണ്ടുവന്നിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ഗ്യാപ്പ്, ഫസ്റ്റ് ഗ്യാപ്പാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 3 5 പ്ലാൻ കഴിയുമ്പോൾ ഒരു 3 വർഷത്തെ ഗ്യാപ്പ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. 4ാമത്തെ 5 പ്ലാൻ. 4ാമത്തെ നോക്കാം, 4th 5 പ്ലാൻ 6974 ആണ്. 6974 ആണ്, കാരണം ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത 5 പ്ലാൻ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ഞാൻ കൂടുതൽ ARM മോഡൽ കൊടുത്തിട്ടുണ്ട്. ARM മോഡലാണ്. ARM എന്ന് പറയുന്നത് ഈ ഒരു പ്ലാനിൻ്റെ പിന്നിലിരുന്ന വ്യക്തികളുടെ പേരാണ് കൊടുത്തത്, ഷോർട്ടായിട്ട് കൊടുത്തതാണ്. കാരണം അശോക് രുദ്ര അലുൺ മേനെ മോഡലാണ്. ഇങ്ങനെ അശോക് രുദ്ര അലുൺ മേനെ മോഡലാണ്. അതിന് അശോക് രുദ്ര അലുൺ മേനെ എന്നുള്ള പേരിലാണ് ARM കൊടുത്തുള്ളത്. ഒരു കോഡ് പോലെ പഠിച്ചിരിക്കുക. നമ്മൾ HD മോഡൽ എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് പേപ്പർ HD മോഡലാണ്, രണ്ടാമത്തെ നമ്മൾ മഹൽനോബിസ് മോഡലാണ്, തേർഡ് ഗാഡ്ഗിൽ യോജനയാണ്, മൂന്നാമത്തെ ARM പഠിച്ചു വെച്ച നാലാമത്തെ ARM പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓർഡർ കിട്ടും. ഇനി നോക്കുക, 14 ബാങ്ക്സ് നാഷണലൈസ്ഡ്. 1969 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് 14 ബാങ്കുകൾ. ആദ്യത്തെ നാഷണലൈസ് എന്നുള്ള പറയാൻ പറ്റില്ല, നമുക്ക് SBI നാഷണലൈസ് മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. SBI ഓണർഷിപ്പ് ഗവൺമെന്റിലേക്ക് വന്നിട്ടുണ്ട് 1955. അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറേ പ്രൈവറ്റ് ബാങ്കുകളെ നമ്മൾ എന്താക്കണം, നാഷണലൈസ് ചെയ്യണം. 14 ബാങ്കുകൾ എന്ത് ചെയ്യാണ്, നാഷണലൈസ് ചെയ്തു. അപ്പോൾ 14 പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 4th പഠിച്ചിരിക്കുക. അതായത് 4ാമത്തെ 5 പ്ലാനിലാണ് 14. അപ്പോൾ 4 and 14 എന്നുള്ള ഒരേപോലെ പഠിച്ചിരിക്കുക. 4 and 14. 4ാമത്തെ 5 പ്ലാൻ 14 ബാങ്ക്, 4ാമത്തെ 5 പ്ലാൻ 14 ബാങ്ക്. അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ പറയുന്ന 14th നാഷണലൈസ് അല്ലെങ്കിൽ 14 ബാങ്ക് നാഷണലൈസ് ചെയ്തതിൻ്റെ ആ ഒരു പ്ലാൻ ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 4th 5 പ്ലാനെ കണക്ട് ചെയ്യാൻ പറ്റും. 1969 ആദ്യത്തെ അറിഞ്ഞത്. അതേ സമയത്ത് തന്നെ നമുക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട്, ഈ 5 പ്ലാൻ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇൻഡോ പാക് വാർ ഉണ്ടായിട്ടുണ്ട്. ഇൻഡോ പാക് വാർ, അതേപോലെ ബംഗ്ലാദേശി റെഫ്യൂജി പ്രോളൊക്കെ നമ്മൾ ബാധിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി 4th പ്ലാൻ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക സമയത്ത് നമുക്കൊരു ഫെയിലർ ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഈ പ്ലാനും നമുക്ക് എന്തെന്നാണ്, ഒരു ഫെയിലർ തന്നെയാണ്. അതിനോടൊപ്പം നിങ്ങൾ പഠിക്കുകയാണ് സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്നത്. സ്മൈലിംഗ് ബുദ്ധ അല്ലേ, സ്മൈലിംഗ് ബുദ്ധ. അപ്പോൾ സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആദ്യത്തെ ന്യൂക്ലിയർ പരീക്ഷണമാണ്. 1974 മെയ് 18 നമ്മൾ ആരംഭിച്ചാലും ചെയ്തിട്ടുള്ള ആദ്യത്തെ ന്യൂക്ലിയർ പരീക്ഷണമാണ് എന്താ, സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്നത്. സ്മൈലിംഗ് ബുദ്ധ എന്ന് കൊടുക്കാൻ അന്ന് ബുദ്ധ പൗർണമി ഡേറ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സ്മൈലിംഗ് ബുദ്ധ, അതായത് ബുദ്ധ സ്മൈൽ ചെയ്തു എന്ന് പറയുന്നത്. കാരണം അത് സക്സസ്ഫുൾ ആയിരുന്നു. ആ ഒരു പൊക്രാനിൽ നടത്തിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കോഡ് നെയിം കൂടിയാണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ 5.7 നമ്മൾ ടാർഗറ്റ് ചെയ്തു, പക്ഷേ 3.3 നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തേർഡ് 5 പ്ലാനും അതേപോലെ തന്നെ 4th 5 പ്ലാനും നമുക്ക് ഫെയിലർ ആയിരുന്നു. ഫസ്റ്റും സെക്കൻഡും ഓക്കെ, ബട്ട് തേർഡ് ആൻഡ് 4th നമുക്ക് ഫെയിലർ ആയിരുന്നു. തേർഡ് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ 4th കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇല്ല. നമ്മൾ ആ ഒരു ഗ്യാപ്പ് പിന്നെ പറയാം. ദെൻ 5th 5 പ്ലാനാണ്. കുറേ സവിശേഷതയുള്ള പ്ലാനാണ് ഇത് 5th 5 പ്ലാൻ എന്ന് പറയുന്നത്. 5th 5 പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 74 79 നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇത് 78 സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. 78 പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട്, ഇൻസ്റ്റെബിലിറ്റി കൊണ്ടൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നു, നിർത്തലാക്കേണ്ടി വന്നു. അതായത് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് 5 ഇയർ കംപ്ലീറ്റ് ആക്കാതെ ഒരു 5 പ്ലാൻ ഉണ്ടെങ്കിൽ അത് 5th 5 പ്ലാൻ ആണ് അല്ലേ. എങ്ങനെ കൺഫ്യൂഷൻ ആയോ? 5 ഇയർ കംപ്ലീറ്റ് ആക്കാത്ത ഒരു 5 പ്ലാൻ ഉണ്ടെങ്കിൽ അത് 5th 5 പ്ലാൻ ആണ്. 5 വർഷം പൂർത്തീകരിക്കാത്തൊരു 5 പ്ലാൻ ഉണ്ടെങ്കിൽ അത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് എന്നറിഞ്ഞിരിക്കാം. ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത് റീഡ്രാഫ്റ്റ് ചെയ്ത ആൾ DP ധറാണ്. സി സുബ്രഹ്മണ്യൻ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. DP ധറാണ് ഇതിലുള്ളത്, അത് റീഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ടേമാണ് എന്ത്, ഗരീബി ഹട്ടാവോ. ഗരീബി ഹട്ടാവോ അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ ഉന്മൂലൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് അടിച്ചിരിക്കുക. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ എന്ത് കൊണ്ടുള്ളത്, ഈ ഗരീബി ഹട്ടാവോ എന്നുള്ള തീമിൽ നമ്മളൊരു പ്ലാൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഗരീബി ഹട്ടോ അറിഞ്ഞിരിക്കുക. ദെൻ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോഡും കൂടി ഉണ്ട്, മിനിമം 20 ഫുഡ് എന്നുള്ളതാണ്. മിനിമം ഇത് 3 പ്രോഗ്രാമാണ്. കാരണം നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന 3 പ്രോഗ്രാമുകളാണ് ഈ മിനിമം 20 ഫുഡ് എന്നുള്ള കോഡ് നെയിമിൽ പഠിക്കേണ്ടത്. മിനിമം 20 ഫുഡാണ്. ഒന്ന് മിനിമം നീഡ് പ്രോഗ്രാമാണ്. മിനിമം നീഡ് പ്രോഗ്രാമാണ് നമ്മൾ 1974 കൊണ്ടുവന്ന മിനിമം നീഡ് പ്രോഗ്രാമാണ്. മറ്റൊന്ന് 20 പോയിന്റ് പ്രോഗ്രാമാണ്. എന്താണ്? 20 പോയിന്റ് പ്രോഗ്രാമാണ്. നമുക്ക് ഷോർട്ടായിട്ട് വേണമെങ്കിൽ TPP എന്ന് പറയാം. ഓക്കെ, മിനിമം നീഡ് പ്രോഗ്രാം അതാണ് മിനിമം എന്ന് ഞാൻ കൊടുത്തുള്ളത്. ഓക്കെ, 74 ദെൻ 20 പോയിന്റ് പ്രോഗ്രാം 75 ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞത് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, ഇത് 77 78 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത് 3 ഫുഡ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോവർട്ടി ഇറാഡിക്കേഷൻ വേണ്ടി കൊണ്ടുവന്ന മിനിമം നീഡ് പ്രോഗ്രാം, 20 പോയിന്റ് പ്രോഗ്രാം, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. അപ്പോൾ മിനിമം 20 ഭക്ഷണം എന്നുള്ളൊരു
കോഡ് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ 3 പ്രോഗ്രാം കിട്ടി. ഈ 3 പ്രോഗ്രാമും ഭക്ഷണമാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത് നമ്മുടെ ദാരിദ്ര്യ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്ലാനാണ് ആലോചിക്കുക, അത് 5ാമത്തെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തെറ്റില്ല. പിന്നെ 2 പ്രധാനപ്പെട്ട സംഗതികൾ, ഒന്ന് RRB ആണ്, റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. മറ്റൊന്ന് ഒരു സ്കീമാണ്, ICDS എന്ന് പറഞ്ഞ സ്കീമാണ്, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ്. എനിക്കറിയാം നമ്മുടെ അംഗനവാടി പോലത്തതൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്, ഒരു അംബ്രല്ല സ്കീമാണ്. ഇത് രണ്ടും വരുന്നത് സെയിം ഡേറ്റ് ആണ്. ഇത് രണ്ടും വരുന്നത് 2 ഒക്ടോബർ 1975 ഇത് രണ്ടും വരുന്നത്. 2 ഒക്ടോബർ 1975 വന്നിട്ടുള്ളത്. രണ്ടും ഒരു ഡേറ്റിലാണ് വന്നുള്ളത്. അപ്പോൾ ICDS ആണെങ്കിലും അതുപോലെ RRB ആണെങ്കിലും രണ്ടും വന്നത് ഏതാണ്, ഈ 5ാമത്തെ അല്ലെങ്കിൽ 5th 5 പ്ലാൻ അറിഞ്ഞിരിക്കുക. ഗ്രോത്ത് ടാർഗറ്റ് ചെയ്ത് 4.4 ആണ്. പക്ഷേ നമ്മൾ എത്ര അച്ചീവ് ചെയ്തു, 4.8 അച്ചീവ് ചെയ്തു. സക്സസ്ഫുൾ അല്ലേ? അതെ, ഇതും സക്സസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, 5th സക്സസ്ഫുൾ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ 1st 2nd സക്സസ്ഫുൾ ആയിരുന്നു, 3rd 4th ഫെയിലർ ആയിരുന്നു, 5th എന്താണ്, ഒരു സക്സസ്ഫുൾ പ്ലാനാണ്. കാരണം ഇത് ചോദിച്ചിട്ടുണ്ട് PSC എന്നല്ല, ഒട്ടുമിക്ക പരീക്ഷകളും ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് സക്സസ്ഫുൾ ഏതൊക്കെയാണ് ഫെയിലർ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് ഈ ടാർഗറ്റ് വെച്ച് പറയുന്നത്. നോക്കാം. അപ്പോൾ ഇതാണ് ഈ പ്രധാനപ്പെട്ട നമ്മൾ പ്രോഗ്രാമുകൾ അറിഞ്ഞിരിക്കുക. DP ദറാണ്, ഗരീബി ഹട്ടാവോ, മിനിമം നീഡ് പ്രോഗ്രാം, 20 പോയിന്റ് പ്രോഗ്രാം, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, ICDS, റീജിയണൽ റൂറൽ ബാങ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ ഈ പറയുന്ന പ്ലാൻ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഗ്യാപ്പാണ്, അതായത് 78-80 കാലഘട്ടത്തിൽ 78-80 കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്താണ് ഒരു ഗ്യാപ്പാണ് വന്നിട്ടുള്ളത് അല്ലേ? കാരണം ഈ ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആണ്. ആ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, എമർജൻസി പോലത്തെ കാര്യങ്ങളും മറ്റുള്ള പ്രശ്നങ്ങൾ കാരണമൊക്കെ ഒരു ഗ്യാപ്പ് സംഭവിക്കുകയാണ്. അപ്പോൾ 2 വർഷക്കാലം നമുക്ക് റോളിംഗ് പ്ലാൻ ആണ്. ഓക്കെ, 2 പ്ലാൻ കഴിയുമ്പോൾ 2 വർഷക്കാലം റോളിംഗ് പ്ലാൻ ആണ്. ആ റോളിംഗ് പ്ലാൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, നമ്മളിലേക്ക് വരുന്നത്. ഓക്കെ, ഞാൻ ഒരു ചോദ്യം നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതായത് റോളിംഗ് പ്ലാൻ എന്നുള്ള ഈ പ്ലാൻ ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്, വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റ് ആണ്. ആരാണെന്നുള്ള പേരൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആരാണ് ഈ റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്ലാനിലേക്ക് പോകാം. 6th 5 പ്ലാൻ ആണ്. 80-85 നമുക്ക് നല്ലൊരു ഓർഡർ കിട്ടി. ഇപ്പോൾ 80-85 എന്നുള്ള ഓർഡറിലേക്ക് വന്നു. അപ്പോൾ 6th 5 പ്ലാൻ നമുക്ക് നോക്കാം. 6th 5 പ്ലാൻ നോക്കാം. ഇതിൻ്റെ ഒരു ലക്ഷ്യം നമ്മൾ പോവേർട്ടി റെഡ്യൂസ് ചെയ്യുക എന്നുള്ള നേരത്തെ ഉണ്ട്, അതൊരു വലിയൊരു ലോങ് ടേം ലക്ഷ്യമാണ്. അതിനോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നമ്മൾ കൂട്ടിച്ചേർത്തു. കാരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ തന്നെ ജോലി ഉണ്ടാകാമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് നമ്മൾ എന്തുകൂടി മുന്നോട്ട് വെച്ചു, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എന്നുള്ളതിൽ അതുകൊണ്ട് തന്നെ നമ്മൾ എംപ്ലോയ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്കീമുകളിൽ പറയും. 5th നമ്മൾ ദാരിദ്ര്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്കീമുകളാണെങ്കിൽ 6th നമ്മൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുക. അതോടൊപ്പം നിങ്ങൾ അറിയിക്കേണ്ടത് 6 more banks നാഷണലൈസ്ഡ്. നമ്മൾ നേരത്തെ 14 ബാങ്ക് നാഷണലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 14 നിൽക്കുമ്പോൾ നിങ്ങൾ ഓർമ്മ വേണ്ടി 4 എന്നുള്ള ഒരു സംഖ്യ വരാം. അപ്പോൾ 4ാമത്തെ 5 പ്ലാനിലാണ്. ഇവിടെ നോക്കുക, 6th 5 പ്ലാൻ നിങ്ങൾ കണക്ട് ചെയ്യുക. എത്ര ബാങ്കുകൾ? 6 ബാങ്കുകൾ, 6 കൂടി നേരത്തോടൊപ്പം തന്നെ 6 കൂടി ചേർക്കുകയാണ്. ഇത് 1980-ലാണ്. മറ്റേ 1969-ആണെങ്കിൽ ഇത് 1980-ലാണ്. ഈ 2 സമയത്ത് ഇവിടെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇനി നിങ്ങൾ നോക്കുക, പ്രധാനപ്പെട്ട എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ സ്കീമുകളാണ് പറയുന്നത്. ഒന്ന് IRDP, NREP, NABARD സ്കീമല്ല, ബാങ്കിങ് സംവിധാനമാണ്, എക്സിം ബാങ്കിങ് സംവിധാനമാണ്, RLGP. ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ 6ാമത്തെ പഞ്ചവത്സരത്തിൽ കൊണ്ടുവന്ന കാരണം. IRDP ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമാണ്. NABARD നിങ്ങൾക്കറിയാം, ഇതൊരു ബാങ്കിങ് സംവിധാനമാണ്. NABARD നമുക്കറിയാം 1982-ലാണ് വന്നിട്ടുള്ളത്. എക്സിം ബാങ്ക് അറിയാം 1982 തന്നെ. ഈ 2 ബാങ്കുകളും വന്ന് 1982-ലാണ്. RLGP പറഞ്ഞാൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെയുള്ള എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ പറയുന്ന ഭാഗത്തൊക്കെ കൂടുതൽ വന്നിട്ടുള്ളത്. കാരണം ഈ പ്രോഗ്രാമിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാങ്കിങ് സംവിധാനമൊക്കെ ഉണ്ട്. NABARD എന്ന് പറഞ്ഞാൽ കൃഷിയും അതുപോലെ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ബാങ്ക് നമുക്കറിയാം. അപ്പോൾ RLGP, IRDP, അതേപോലെ NREP, ഈ 3 പ്രോഗ്രാം നേരത്തെ നമ്മൾ മിനിമം 20 ഫുഡ് പഠിച്ച പോലെ ഇവിടെ നിങ്ങൾ പഠിക്കുന്ന IRDP, നമ്മൾ INR എന്നൊക്കെ പറയും, ഇന്ത്യൻ റുപ്പി എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ പഠിച്ചിരിക്കുക. ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, RLGP, ഇങ്ങനെ 3 പ്രോഗ്രാം ഇവിടെ അറിഞ്ഞിരിക്കുക. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിതിൽ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് 6th കഴിഞ്ഞു, 80-85 ആണ്. അടുത്തിൽ നമ്മൾ പോകാം. 7th ആണ്. 7th എങ്ങനെയാണ്? 85-90 ആണ്. 85-90 ആണ്. ഈ 7th പ്ലാന് അധികം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാലും കാണാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയുന്നു, പ്രണബ് മുഖർജി മോൾ എന്നൊരു മോൾ ഇതുവരെ ചോദ്യമായിട്ട് വന്നിട്ടില്ല. എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കുക, പ്രണബ് മുഖർജി മോൾ എന്നറിയപ്പെടുന്ന പ്ലാൻ അതാണ് 7th 5 പ്ലാൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കി, ഈ പ്ലാൻ വരുമ്പോൾ നമുക്ക് ഇന്ദിരാഗാന്ധി ഇവിടെ ഇല്ല അല്ലേ? 1985-90 കാലഘട്ടത്തിലാണ് രാജീവ് ഗാന്ധിയാണ് നമ്മുടെ പുതിയ പ്രൈം മിനിസ്റ്റർ. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി ഇല്ലാത്തതുകൊണ്ട് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഒരു ഹൗസിംഗ് സ്കീമാണ് ഇന്ദിര ആവാസ് യോജന. 1985 ഇന്ദിര ആവാസ് യോജനയുള്ള സ്കീമാണ്. പിന്നെ അതോടൊപ്പം തന്നെ സ്പീഡ് പോസ്റ്റ് സെബി. സ്പീഡ് പോസ്റ്റ് വന്നത് 7th. അപ്പോൾ സ്പീഡ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ S കണക്ട് ചെയ്യുക, 6ലേക്ക് പോരുത്. 7th ആണ്. സ്പീഡ് SE അല്ലേ അതിൽ? ഓക്കെ, സ്പീഡ് പോസ്റ്റ്. ദെൻ സെബി എന്ന് പറയുന്നത് 1988 ആണ്. സെബി ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് ആദ്യം വരുന്നത് 1988-ൽ. 1992-ലാണ് എന്താവുന്നത്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറുന്നത് അറിഞ്ഞിരിക്കുക. പ്ലാൻ ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്?
അത് 7th 5. അപ്പോൾ 7th എന്ന് കേൾക്കുമ്പോൾ തന്നെ സെബി ഓർമ്മ വരാം, അതേപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് ഓർമ്മ വരാം. പിന്നെ ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്ന സ്കീം 1989. ഈ സ്കീമിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ സ്കീം ഉണ്ടല്ലോ, ഏതിൽ നമ്മൾ 6th നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്കീം ഉണ്ടായിരുന്നു, അത് ആ 2 സ്കീമും കൂടി മെർജ് ചെയ്തിട്ട് കൊണ്ടുവന്നു. അതായത് നമ്മൾ പറയുന്ന NREPയും അതേപോലെ RLEGPയും കൂടി മെർജ് ചെയ്ത് വന്ന സംഗതിയാണ് എന്താ, ഈ പറയുന്ന ജവഹർ റോസ്ഗാർ യോജന. ഇതിപ്പോഴും ഇല്ല, ഇത് വീണ്ടും മാറ്റി 2001-2 കാലഘട്ടത്തിലേക്ക് ഇത് വീണ്ടും മാറ്റി. സമ്പൂർണ്ണ സ്വരാജ്ഗാർ യോജന എന്നുള്ള പേരിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് വീണ്ടും മാറി നമ്മളിപ്പോൾ MGNREGPയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ അറിഞ്ഞിരിക്കുക, ഇത് മെർജ് ചെയ്ത് കൊണ്ടുവന്ന റൂറൽ ഏരിയയിലേക്കുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് സ്കീം അറിഞ്ഞിരിക്കുക 1989 കാലഘട്ടത്തിൽ കൊണ്ടുവന്നത്. ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്ത് 5 ആണെങ്കിൽ പോലും നമ്മൾ അച്ചീവ് ചെയ്ത് എത്രയാണ്, 6 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കാം, നമ്മൾ 6th പ്ലാനും 7th പ്ലാനും നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, സക്സസ്ഫുൾ ആണ്. 5th അതും സക്സസ്ഫുൾ ആണ്. 5th നമ്മൾ പൂർണ്ണമാക്കിയിട്ടില്ലെങ്കിൽ പോലും സക്സസ്ഫുൾ പ്ലാൻ ആണ്. 6th സക്സസ്ഫുൾ ആണ്. അതേപോലെ 7th നമ്മൾ എന്താണ്, സക്സസ്ഫുൾ പ്ലാൻ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 85-90 ആണ്. ഇനി നമുക്കുള്ളത് അടുത്തൊരു ഗ്യാപ്പാണ് അല്ലേ, മൂന്നാമത്തെ അല്ലെ അവസാനത്തെ ഗ്യാപ്പാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ ആ ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിന് അറിയപ്പെടുന്ന പേരെന്താണെന്ന് ഞാൻ പറഞ്ഞ പോലെ ആനുവൽ പ്ലാൻസ്. A4 ആനുവൽ പ്ലാൻസ്. A4. അപ്പോൾ H4 എന്തായിരുന്നു, ഹോളിഡേ. R4 റോളിംഗ് പ്ലാൻ. A4 ആനുവൽ പ്ലാൻസ്. അപ്പോൾ HRA ആണ്. ആനുവൽ പ്ലാൻസിൻ്റെ കാലഘട്ടം നോക്കുക 90, 90, 92. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിന് വാറോ യുദ്ധങ്ങളോ മറ്റ് പ്രശ്നമൊന്നുമല്ല. പ്രശ്നങ്ങളുണ്ട്, യുദ്ധമൊന്നുമല്ല. ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇന്ത്യ നേരിട്ട ഒരു ഡെറ്റും അതുപോലെ ഗ്ലോബൽ ഉണ്ടായ കുറച്ച് മാറ്റങ്ങൾ കാരണം ഇന്ത്യ നേരിട്ട BOP ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഒക്കെ ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇടാനുള്ള കാരണം. യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഇന്ത്യ നേരിട്ട് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയുടെ ഒരു മുഖച്ഛായ മാറ്റണം. ഇതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്ന് കാര്യമായിട്ട് സമ്പദ്ഘടന മാറ്റം വരുത്തണം. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ തന്നെ മാറ്റി. നമ്മൾ ആ സമയത്താണ് നമ്മളെ ഈ ന്യൂ എക്കണോമിക് റിഫോംസ് കൊണ്ടുവരുന്നത്. പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന 3 പോളിസി നിങ്ങൾക്കറിയാം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. സോ ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു സംഗതിയിൽ പിന്നിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറയാം. അത് നമ്മൾ അടുത്ത പ്ലാനിലേക്ക് വരാം. നമ്മുടെ 8ാമത്തെ 5 പ്ലാൻ 1990-97 ആണ്. ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള തുടക്കമാണ്. റാവു മൻമോഹൻ മോൾ എന്നറിയപ്പെടുന്ന പ്ലാനാണ്. റാവു നമുക്കറിയാം നരസിംഹറാവു ആണ്. മൻമോഹൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ, ഫോർമർ ഫിനാൻസ് മിനിസ്റ്റർ, ഫോർമർ RBI ഗവർണർ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ റാവു മൻമോഹൻ മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിലേക്ക് വരാം, അത് 8th 5 പ്ലാനിലേക്ക് വരാം. പിന്നെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, നേരത്തെ പറഞ്ഞ ജവഹർ റോസ്ഗാർ യോജനയാണ്. ഇത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഒന്നുമില്ല, നമ്മുടെ ഈ അർബൻ ഏരിയയിലേക്കുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് യൂത്തിനൊക്കെ ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ് ഇത്, ഈ പറയുന്ന പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. അപ്പോൾ PMRYയും അത് ജവഹർ റോസ്ഗാർ യോജന വ്യത്യാസം, ഒന്ന് റൂറൽ ആണെങ്കിൽ ഇത് എന്താണ്, ഇത് അർബൻ ആണ്. ഇനി ഇവിടെ നോക്കുക, WTO മെമ്പർ ആവുന്നത്, നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന ലോക വ്യാപാര സംഘടനയുടെ മെമ്പർ ആവുന്നത് എപ്പോഴാണ്, 1995, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 8th 5 പ്ലാനിലാണ്. വേൾഡ് ട്രേഡ് 8th 5 പ്ലാനിൽ അറിയിക്കുക. WTO 8th 5 പ്ലാനിലാണ്. ഇതിന് മുന്നത്തെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു, GATT എന്ന് പറയുന്ന പേരിൽ നമുക്കറിയാം. ഓക്കെ, GATT എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, MDMS കേട്ടോ. MDMS മിഡ് ഡേ മീൽ സ്കീമാണ്. മിഡ് ഡേ മീൽ സ്കീം നമുക്ക് ഉച്ചഭക്ഷണം, ഉച്ചക്കഞ്ഞി എന്നൊക്കെ അറിയപ്പെടുന്ന സ്കീമാണ്. വന്ന വർഷം 1995 ആണ്. 8th പ്ലാനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോഡ് ഞാൻ പറയാണ്ട്, 8th പ്ലാനിലാണ് എന്ത് വന്നിട്ടുള്ളത്, MDMS വന്നിട്ടുള്ളത്. ഏതാ ഇയറും കൂടി പഠിച്ചിരിക്കുക, നമ്മൾ പഠിക്കുന്നത് 1995 ആണ്. 1995 ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, MDMS ഉച്ചഭക്ഷണം നമുക്ക് ആരംഭിക്കുക 5ാം ക്ലാസ് മുതലാണ് അല്ലേ. എന്നിട്ട് 8ാം ക്ലാസ് വരെ ഏകദേശം ഉണ്ടാവും, 8ാം ക്ലാസ് വരെ. അങ്ങനെയൊക്കെ ഒരു കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലുള്ളത് 8th 5 പ്ലാൻ ആക്കുക, 5 എന്നുള്ളത് ഇയർ ആക്കി മാറ്റുക, 1995 ആണ്. അപ്പോൾ 1995 എന്ത് വരുന്നതോ, മിഡ് ഡേ മീൽ സ്കീം വരുന്നത്. ഏത് 5 പ്ലാനാണ്, അത് 8th 5 പ്ലാനാണ്. നമ്മൾ ടാർഗറ്റിനെക്കാളും അച്ചീവ് ചെയ്തു, അതെ അച്ചീവ് ചെയ്തു. നമ്മൾ ടാർഗറ്റ് ചെയ്ത് 5.6 ആണെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്ത് എത്രയാണ്, 6.8 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പിന്നോട്ട് വന്ന് നോക്കിയേ. ഫസ്റ്റ് പ്ലാൻ സക്സസ്ഫുൾ അല്ലേ, ആണ്. രണ്ടാമത്തതോ അതെ സക്സസ്ഫുൾ ആണ്, മോഡലി സക്സസ്ഫുൾ ആണെങ്കിൽ സക്സസ്ഫുൾ ആണ്. 3, 4 ഫെയിലർ ആയിരുന്നു, 3, 4 ഫെയിലർ ആയിരുന്നു. 5, 6, 7, 8 സക്സസ്ഫുൾ ആണ്. 5, 6, 7, 8 സക്സസ്ഫുൾ ആണെന്ന് പഠിച്ചല്ലോ. ഇനി ബാക്കിയുള്ള എല്ലാം ഫെയിലറാണ് പഠിച്ചിരിക്കുക. അതായത് 9th, 10th, 11th, 12th ഈ എല്ലാ പ്ലാനും എന്തായിരുന്നു, ഫെയിലറാണ്. അപ്പോൾ 9ാമത്തതും 3, 4 കഴിഞ്ഞാൽ പിന്നെ നേരെ ഫെയിലറിലേക്ക് വരുമ്പോൾ 9th മുതലുള്ള പ്ലാനിലാണ് പറയുന്നത്. അപ്പോൾ 8th കഴിഞ്ഞു, നമുക്ക് എന്തിലേക്ക് വരാം, അടുത്ത പ്ലാനിലേക്ക് വരാം. 9th 5 പ്ലാനാണ്. ഇനി ഗ്യാപ്പുകളോ വിടവുകളോ ബ്രേക്കുകളോ ഒന്നുമില്ല, ആ ഫ്ലോയിൽ നമ്മൾ അങ്ങനെ പോകുന്നു. ഇനി നോക്കുക, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി എന്നുള്ള ഒരു ഐഡിയക്ക് മുന്നോട്ട് വെച്ച പ്ലാൻ ആയിരുന്നു എന്തോ 9th 5 പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 9 എന്നുള്ള നമ്പർ, 9 എന്നുള്ള നമ്പർ നമ്മൾ ഇങ്ങനെ ചെയ്താൽ തിരിച്ച് പിടിക്കുക P. ഓക്കെ, അപ്പോൾ 9th 5 പ്ലാൻ എന്താണ്, പീപ്പിൾസ് പ്ലാൻ എന്ന് അറിയപ്പെടുന്നത് 9th 5 പ്ലാൻ എന്ന് അറിഞ്ഞിരിക്കുക. വിമൻസ് കോമൺ പ്ലാൻ എന്ന് ചോദിക്കുന്നത്, അതായത് സ്ത്രീ ശാക്തീകരണം, വിമൺ എംപവർമെൻ്റ് ഒക്കെ ഊന്നൽ കൊടുത്ത പ്ലാൻ എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, അതും ഈ പറഞ്ഞ 9th 5 പ്ലാനാണ്. TPDS ആണ്, നമ്മളെ പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ ഒരു റിനോവേറ്റീവ് അല്ലെങ്കിൽ ഒരു പുത്തൻ വേർഷനിലാണ്
ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 1997 വരുന്നത്. പൊക്രാൻ 2 1998. നമ്മൾ നേരത്തെ പറഞ്ഞ 1974 സ്മൈലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞ ആദ്യത്തെ ന്യൂക്ലിയർ പരീക്ഷണം, രണ്ടാമത്തെ വേർഷനാണ് ഇത്, രണ്ടാമത്തെ ടെസ്റ്റാണ് ഇത്, പൊക്രാൻ 2 1998. കാർഗിൽ വാർ, ഈ വാർ നടന്നെങ്കിൽ പോലും നമ്മൾ ഇതിൽ ഫെയിലർ ഒന്നും ആയിട്ടില്ല. 1999 ഓപ്പറേഷൻ വിജയ് നിങ്ങൾക്കറിയാം അല്ലേ, കാർഗിൽ വാർ. പിന്നെ സർവ്വശിക്ഷാ അഭിയാൻ 2000 വന്നാണ് സർവ്വശിക്ഷാ അഭിയാൻ. നമുക്ക് ഇപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാനാണ്. നിങ്ങൾ നോക്കിയേ 6.5 നമ്മൾ ലക്ഷ്യം വെച്ചു, നമുക്ക് കിട്ടിയ എത്ര മാത്രമാണ്? 5.4 മാത്രമാണ് അറിഞ്ഞിരിക്കുക. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഈ പ്ലാൻ പീപ്പിൾസ് പ്ലാൻ അറിയപ്പെടുന്നുണ്ട്, വിമൺ കോമൺ പ്ലാൻ ആണ്, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, കാർഗിൽ വാറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ SSA കുറിച്ച്, അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയുള്ള പ്ലാനാണ് ഇത് 9th. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വാർ ആയതുകൊണ്ട് ഫെയിലർ എന്നൊക്കെ പറയാം. ഇതല്ലാത്ത മറ്റേ ഏഷ്യൻ ക്രൈസിസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് എന്തെങ്കിലും നമ്മൾ ഫെയിലിലേക്ക് എത്താനുള്ള കാരണം. ഇനി 10th 5 പ്ലാൻ ആണ്, 10ാമത്തത്. അപ്പോൾ ഇവിടെ നോക്കുക 10 years എന്നുള്ള കൊടുക്കുന്നത് എന്താണ്? ആളുകളുടെ പ്രതിശീർഷ വരുമാനം അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്താക്കാം? ഇരട്ടിയാക്കാൻ ലക്ഷ്യം വെച്ച പ്ലാനാണ് ഇത്. ഈ പറഞ്ഞ 10th 5 പ്ലാൻ, ഡബിളിംഗ് ദ പെർ ക്യാപിറ്റ ഇൻകം ഇൻ 10 years. നെക്സ്റ്റ് 10 yearsനുള്ളിൽ എന്താക്കണം? പെർ ക്യാപിറ്റ ഇൻകം ഇരട്ടിയാക്കണം എന്നുള്ള. അപ്പോൾ 10 ഒരു കണക്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു പോവേർട്ടി കുറയ്ക്കുക എന്നുള്ളത്. പോവേർട്ടി റേഷ്യോ 2012 ആകുമ്പോഴേക്കും 15% കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പ്രധാനപ്പെട്ട സ്കീമാണ് NREGP ആണ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നാണ്. 2006 വന്നതാണ്. അത് 10th 5 പ്ലാനിലാണ്. 10th 5 അതായത് നിങ്ങൾ മനസ്സിലാക്കുക, NREGP വന്നതിന് ഒരു കോഡായിട്ട് പഠിക്കാം. 2 നമ്മൾ 2006 26, അതായത് 2/2/2006. ഇതാണ് നമ്മൾ NREGPയുടെ 2/2/2006. 2 എന്ന് പറഞ്ഞാൽ രണ്ടാം ദിവസം, 2 എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 2006 NREGP വന്നത്. ഈ NREGPൻ്റെ ഒരു മാറ്റിയ വെർഷനാണ് 2009 നമ്മൾ കാണുന്നത്. 2009 2006 മറിച്ചിടുക, 2009 വരാം. അതാണ് പേര് മാറുന്നത്. എന്തായി മാറുന്നത്? MG NREGP ആയി മാറുന്നത്. MG എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണതാ? മഹാത്മാഗാന്ധി അല്ലേ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് എന്താവണം? October 2 ആക്കി മാറ്റുക. October 2 ആക്കി മാറ്റുക. October 2 2009 എന്ത് വരുന്നത്? ഈ പറയുന്ന MG NREGP എന്നുള്ള പേരിലേക്ക് ആര് മാറുന്നത്? NREGP മാറുന്നത്. അപ്പോൾ 2006 2005 നമ്മളിത് മുന്നോട്ട് വെച്ച് 2006 എന്തായിരുന്നത്? പ്രാബല്യത്തിൽ വരുന്നത്. 2006 ഫെബ്രുവരി 2 വരുന്നത് അറിഞ്ഞിരിക്കാം. അപ്പോൾ അന്ന് ഈ പ്ലാൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ മറക്കാതിരിക്കാൻ മറ്റൊരു കാരണം, നമ്മൾ ഈ പറയുന്ന നമ്മൾ ഒരു കേരള മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാൻ ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണത്? അത് നമ്മുടെ 10th 5 കേരള മോഡൽ പ്ലാൻ അറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ 10th 5 പ്ലാനാണ് എന്താ? കേരള മോഡൽ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇനി നമ്മൾ ഓരോ പ്ലാനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ശക്തി കുറഞ്ഞു പോകുന്ന പോലെ തോന്നും. കാരണം അധിക സ്കീമുകളോ കാര്യങ്ങളോ നമുക്ക് മുന്നോട്ട് വെക്കാനില്ല. പൊതുവെ അതിൻ്റെ ഒരു ശക്തി ഇങ്ങനെ എന്താ പറയുക കുറഞ്ഞു വരുന്ന രീതിയാണ്. ഇനി നമുക്ക് നോക്കാം അടുത്തത് 11th 5 പ്ലാനാണ്. ഇവിടെ ചോദ്യം വരാവുന്ന സ്ഥിരം സാധനം ഇതാണ്, ഈ പറയുന്ന തീമാണ്. 11th ആണെങ്കിലും 12th ആണെങ്കിലും ഇതിൻ്റെ തീം വെച്ച് ചോദിക്കാറുണ്ട്. എന്താ തീം? ടുവാർഡ്സ് ഫാസ്റ്റ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. വളരെ ദ്രുതഗതിയിലുള്ളതും വളരെ സമഗ്രമായിട്ടുള്ള ഒരു ഗ്രോത്ത് ലക്ഷ്യം വെച്ച പ്ലാനാണിത്. ഈ 11th 5 പ്ലാൻ അറിഞ്ഞിരിക്കുക. 2007-12 കാലഘട്ടം. ആം ആദ്മി ബീമാ യോജന, നമുക്ക് ഇൻഷുറൻസ് കാര്യം ബന്ധപ്പെട്ട സ്കീമാണ്. രാജീവ് ആവാസ് യോജന, നമ്മൾ നേരത്തെ ഇന്ദിര ആവാസ് യോജന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ 1985. അതേപോലെ രാജീവ് ഹൗസിംഗ് സ്കീമാണ് 2009. RT ആക്ട് നമുക്ക് പഠിച്ചിരിക്കാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. ലക്ഷ്യം വെച്ചത് 9 ആയിരുന്നു, അച്ചീവ് ചെയ്ത് 8 ആയിരുന്നു. ഫെയിലർ അല്ലേ? അതെ, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതും എന്താണ്? ഒരു ഫെയിലർ പ്ലാൻ ആയിരുന്നു 11th 5. പിന്നെ US സബ് പ്രൈം ക്രൈസിസ് ഒക്കെ ഈ സമയത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ കാരണം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഗ്രോത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതാണ് 11th. 12th നിങ്ങൾ നോക്കാം. 12th ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. നിങ്ങൾ 11th 12th നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന വ്യത്യാസം. 11th ടുവാർഡ്സ് ഫാസ്റ്റ് ആൻഡ് മോർ. അപ്പോൾ ഈ ഫാസ്റ്റും ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ടേം 11th സെയിം ഈ രണ്ട് ടേം എന്തിലുണ്ട്? ഈ പറയുന്ന നമ്മൾ പറഞ്ഞ പോലെ 12th വന്നു. കൂടെ എന്തും കൂടി വന്നു? കൂടെ സസ്റ്റൈനബിൾ എന്ന്. അപ്പോൾ ചില സമയത്ത് ഈ 12th ലക്ഷ്യത്തിൽ ചിലപ്പോൾ നേരത്തെ കണ്ട 11th തീം കാണാൻ പറ്റും. അപ്പോൾ സസ്റ്റൈനബിൾ എന്നുള്ള, കാരണം SDG എന്ന് പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഒക്കെ തീരുമാനങ്ങൾ വരുന്ന ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഈ സസ്റ്റൈനബിൾ എന്ന വാക്കുകൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി, ഈ തീമിൽ ഉൾപ്പെടുത്തി അറിഞ്ഞിരിക്കുക. അതാണ് 12th പ്ലാനിലേക്ക്. ഗ്രോത്ത് റേറ്റ് നമ്മൾ 8 ആണ് ടാർഗറ്റ് ചെയ്തത്, പക്ഷേ അതൊന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 2017 അധികം മുന്നോട്ട് പോയിട്ടില്ല. NFSA നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, FDI പോലത്തെ കാര്യത്തിലേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാൻ ശ്രമിക്കുക ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്ലാൻ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് പോകുന്നത്? നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു എക്സ്പീരി അല്ലെങ്കിൽ അവസാനിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പ്ലാനിംഗ് കമ്മീഷൻ. എപ്പോഴാണ് പ്ലാനിംഗ് കമ്മീഷൻ പോയത്? ആ ഡേറ്റ് അറിഞ്ഞിരിക്കുക. വന്ന ഡേറ്റ് നമ്മൾ പഠിച്ച പോലെ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയ ഡേറ്റ് പഠിച്ചിരിക്കുക. 2014 ഓഗസ്റ്റ് 13 2013-14 എന്നൊക്കെ പഠിക്കാം അല്ലേ? ഓക്കെ, ഓഗസ്റ്റ് 13
2014 13-14 പഠിച്ചാൽ മതി. കാരണം 12ാം പ്ലാനിൻ്റെ കാലഘട്ടം 12-13-14 പഠിച്ചാൽ കുഴപ്പമില്ല. 12th 5 പ്ലാൻ കാലഘട്ടത്തിൽ 13th August 2014 എന്ത് പോവാണ്, നമ്മുടെ ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ പോവാണ്. അതേ വർഷം തന്നെ അതേ വർഷമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ 2015 January 1, കാരണം 2015 ഒരു ഫ്രഷ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരുന്നത്, നീതി ആയോഗ് എന്ന് പറഞ്ഞ സംഗതി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ലാസ്റ്റ് 5 പ്ലാൻ ആണ് ഈ പറയുന്ന 12th 5 പ്ലാൻ എന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ആ ക്രോണോളജി അറിഞ്ഞിരിക്കുക, സ്കീമായിട്ട് ബന്ധപ്പെട്ട കാര്യം അറിഞ്ഞിരിക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സക്സസിൻ്റെ ഫീൽഡിൻ്റെ ബേസിൽ 5 പ്ലാനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ കൊടുത്ത മോഡറേറ്റ് സക്സസ് കൊടുത്തു, മോഡറേറ്റ് സക്സസ് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. സക്സസ്ഫുൾ പ്ലാനായിട്ട് ചോദിക്കാവുന്നതിൽ ചിലപ്പം ഇത് വന്നാൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മളൊരു പറഞ്ഞ ടാർഗറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടല്ലോ അല്ലേ, അടുത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കങ്ങനെ പറയാം. അപ്പോൾ ഫസ്റ്റ് 5 പ്ലാന്, സെക്കൻഡ്, 5th 6th 7th 8th ഇതൊരു ഓർഡറിൽ പഠിച്ചു വെക്കുക. ഫസ്റ്റും സെക്കൻഡും അല്ലേ ഒരുമിച്ച് പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല സക്സസ്ഫുൾ ആയിരുന്നു. ഒരു മോഡലിൽ ജസ്റ്റ് ഒരു മാർജിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ടാർഗറ്റിനെക്കാട്ടി കൂടുതൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതാണെങ്കിലും ബാക്കി നമ്മൾ 5 6 7 8 5 6 7 8 ബാക്കി ഇവിടേക്ക് നോക്കിയേ. തേർഡ്, 4th 3 4 പിന്നെ നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ് 9th 10 11 12 അല്ലേ. തേർഡ്, 4th പിന്നെ ഇതൊരു ഓർഡറിലാണ് 9 10 11 12. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 ഫെയിലറും 6 സക്സസ്ഫുൾ, അങ്ങനെ 12 പ്ലാൻ എന്ന് പറയാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ 5 പ്ലാനായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇത്. ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചത് നമുക്ക് പരീക്ഷയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പരീക്ഷയിൽ ചോദ്യം ചോദിച്ചുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടില്ലാണ് കൂടുതൽ ഊന്നൽ കൊടുത്തുള്ളത്. ഇതെല്ലാത്തിനും നിരവധി കാര്യങ്ങൾക്ക് 5 പ്ലാനിൽ കാണാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന IRDP കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, IRDP അല്ല, നമ്മൾ IRDA കുറിച്ചിട്ട് ഏത് പ്ലാൻ, 9th പ്ലാനിലാണത്, ഇൻഷുറൻസ് റെഗുലേറ്റഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ അതൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിക്കുക. കാരണം 5 പ്ലാൻ നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഏത് ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും, ഏത് ഡിഗ്രി ആണെങ്കിലും, അതേപോലെ +2 ലെവലാണെങ്കിലും, അത് 10th ലെവലാണെങ്കിലൊക്കെ നമുക്ക് 5 പ്ലാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വിട്ട് പോരുത്. സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കോഡുകൾ വെച്ച് നിങ്ങളതായ കോഡുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ നമുക്ക് ഇതിനൊരു സ്കോർ ഉറപ്പിക്കാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.